അതാണ് ടീച്ചറുടെ ഭാഗം. അപ്പോൾ വലിയ അമർഷവും പ്രതിഷേധവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഈ ജാസി ഗിഫ്റ്റിനെ പോലെ ഒരു വലിയ ഗായകനെ, ആർട്ടിസ്റ്റിനെ ആ വേദിയിൽ വെച്ച്, തുറന്ന വേദിയിൽ വെച്ച് അപമാനിച്ചു എന്നുള്ള രീതിയിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് താനും. അപ്പോൾ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ മൈക്ക് പിടിച്ചു വാങ്ങേണ്ടെന്ന് ടീച്ചർ പറയുമ്പോൾ ഇതിലിപ്പോൾ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെയും സ്റ്റുഡൻസിൻ്റെയും ഒക്കെ ഒരു വേർഷൻ എന്താണ്? സൈഫുദ്ദീൻ, ഈ കോളേജ് എന്ന് പറയുന്നത് കോടതി ഇടപെട്ടുകൊണ്ട് കോളേജ് രാഷ്ട്രീയം നിരോധിച്ചൊരു ക്യാമ്പസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു യൂണിയൻ ഈ കോളേജിലില്ല. അധ്യാപക വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ ചില തീരുമാനങ്ങളുണ്ടായിരുന്നു ഈ കോളേജ് ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. 2015 ഒരു സർക്കാർ ഉത്തരവുണ്ട്. ഇത്തരം കോളേജുകളിൽ പരിപാടി നടത്തുമ്പോൾ ഈ പുറത്തു നിന്നുള്ള, അതായത് പൊതുപരിപാടികൾ നടത്താൻ പാടില്ല, പ്രത്യേക ഗാനമേള ട്രൂപ്പുകളെ ഒക്കെ തന്നെ വിളിച്ച് വലിയ രീതിയിൽ ആഘോഷമാക്കാൻ പാടില്ല എന്നുള്ളത് കോടതി പോലും ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട്. കുസാറ്റിലെ അപകടത്തിനു ശേഷം കർശനമായിട്ടുള്ളൊരു ഇടപെടൽ വീണ്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഈ കമ്മിറ്റിയിൽ കുട്ടികളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ഈ ഗസ്റ്റിനെ വിളിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തം കുട്ടികൾക്കാണ് അധ്യാപകരും അതുപോലെ തന്നെ പ്രിൻസിപ്പളും ഏൽപ്പിച്ചിരുന്നത്. ജാസി ഗിഫ്റ്റ് ആണ് എന്നുള്ളത് അറിയിക്കുകയും ചെയ്തിരുന്നു കമ്മിറ്റിയിൽ, പ്രിൻസിപ്പലിനെ അടക്കം. അതിനുശേഷം ഇത്തരമൊരു പരിപാടി ജാസി ഗിഫ്റ്റ് നടത്തുമെന്നുള്ളത് കുട്ടികൾ പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വാർത്തകളിൽ വന്നതൊന്നും തന്നെ ശരിയല്ല എന്നുള്ളതാണ് പ്രിൻസിപ്പൽ പറയുന്നത്. ഒരു തരത്തിലും അധിക്ഷേപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരം ഒരു ഗസ്റ്റ് സാധാരണഗതിയിൽ വരുമ്പോൾ ഒരു ഗായകനാണെങ്കിൽ ഒരു പാട്ടുപാടും, ഒരു കവിയാണെങ്കിൽ കവിത ചൊല്ലും, സാധാരണഗതിയിൽ നടക്കുന്നതാണ്. പക്ഷേ ഒരു ട്രൂപ്പ് ഉൾപ്പെടെ കുട്ടികൾ സജ്ജീകരിച്ചുകൊണ്ട് ഒരു ഇൻഡോറിൽ വെച്ച്, ഒരു കുസാറ്റ് അപകടം നമുക്കറിയാം, ഒരു ഇൻഡോറിൽ വെച്ച് കോളേജിലെ 1200ഓളം കുട്ടികൾ തങ്ങി നിൽക്കുന്ന ഒരു ഇൻഡോറിൽ വെച്ച് ഇത്തരം ഒരു ഡാൻസും അല്ലെങ്കിൽ ഒരു വലിയ ആഘോഷ പരിപാടിയിലേക്ക് പോയപ്പോഴാണ് ടീച്ചർ ഇടപെട്ടത്. ഇത് പാടില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ അധിക്ഷേപം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും കുട്ടികളടക്കം ഇതിനെതിരെ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പലിന്റെ ക്യാബിന് മുന്നിൽ വലിയ പ്രതിഷേധം അറിയിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും ശരിയല്ല. കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം, സർക്കാരിന്റെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നുള്ളതാണ് പ്രിൻസിപ്പൽ പറയുന്നത്. കുട്ടികൾ ഇന്ന് ശനിയാഴ്ചയാണ്, ഈ ക്യാമ്പസിൽ കുട്ടികളില്ല. കുട്ടികളുടെ ഒരു വെർഷൻ കൂടി നമ്മൾ നോക്കുന്നുണ്ട്. സൈഫുദ്ദീൻ. ശരി റിനു, എന്തായാലും നിയമമനുസരിച്ചാണ് താൻ പെരുമാറിയത്. പ്രത്യേകിച്ചും നേരത്തെ കുസാറ്റിലുണ്ടായ അപകടത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അങ്ങനെ പെരുമാറേണ്ടി വന്നത് എന്ന് പ്രിൻസിപ്പൽ പറയുമ്പോൾ സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിൽ ജാസി ഗിഫ്റ്റിനെ അപമാനിച്ചതിനെതിരെ വലിയ അമർഷവും പ്രതിഷേധവും നടക്കുകയും ചെയ്യുന്നു.